നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഞാൻ അനുജ. ആദ്യ വാർത്ത, കൊങ്കൺ പാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന 5 ട്രെയിനുകൾ പുറപ്പെടാൻ വൈകും. നേത്രാവതി, രാജധാനി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് വൈകുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത മഴയെ തുടർന്ന് ഇത്തരത്തിലേക്ക് നേത്രാവതിയൊക്കെ മണിക്കൂറുകൾ വൈകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്ന് റെയിൽവേ നൽകുന്ന വിശദീകരണം എന്താണ്? അനുജ, കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത് കൊങ്കൺ പാതയിലെ പെർണം റെയിൽവേ തുരങ്കത്തിലായിരുന്നു. ആ പ്രശ്നം ഇന്നലെ രാത്രി 8:30യോടുകൂടി പരിഹരിച്ചതാണ്. ഭാഗികമായി ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ പൂർണ്ണ തോതിൽ ഇപ്പോഴും ട്രെയിൻ ഗതാഗതം വന്നിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെ നിരവധി ട്രെയിനുകളാണ് ഇപ്പോഴും വൈകി ഓടുന്നത്. ഏറ്റവും ഒടുവിൽ റെയിൽവേ അറിയിക്കുന്നതനുസരിച്ച് കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കേണ്ട 5 ട്രെയിനുകളാണ് മണിക്കൂറുകൾ വൈകും എന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും 163-46 തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലകിലേക്ക് പുറപ്പെടേണ്ട നേത്രാവതി എക്സ്പ്രസ് 12 മണിക്കൂറും 45 മിനിറ്റും വൈകി നാളെ രാത്രി 10 മണിക്കായിരിക്കും സർവീസ് ആരംഭിക്കുക. അത് നാളെ രാവിലെ 9 മണിക്കായിരുന്നു സാധാരണ സർവീസ് ആരംഭിക്കേണ്ടത്. മറ്റൊരു ട്രെയിൻ 221-14 കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിലകിലേക്ക് പുറപ്പെടേണ്ട ബിവിക്ലി എക്സ്പ്രസ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പുറപ്പെടുക. അത് ഇന്ന് രാവിലെ 12:55 പുറപ്പെടേണ്ട ട്രെയിനായിരുന്നു. 37 മണിക്കൂറും 5 മിനിറ്റും ആയിരിക്കും ആ ട്രെയിൻ വൈകുക. അതോടൊപ്പം തന്നെ 124-31 തിരുവനന്തപുരത്തു നിന്നും നിസാമുദ്ദീനിലേക്ക് പുറപ്പെടേണ്ട രാജധാനി എക്സ്പ്രസ് നാളെ രാവിലെ 10:50 പുറപ്പെടുക. 20 മണിക്കൂറും 10 മിനിറ്റുമാണ് വൈകുന്നത്. ഇന്ന് വൈകിട്ട് 2:40 ആ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ടത്. അതോടൊപ്പം 192-59 കൊച്ചുവേളിയിൽ നിന്നും ഭാവ്നഗറിലേക്ക് പുറപ്പെടേണ്ട വീക്ക്ലി എക്സ്പ്രസ് നാളെ രാത്രി 9:25 സർവീസ് ആരംഭിക്കുക. 29 മണിക്കൂറും 40 മിനിറ്റുമാണ് ആ ട്രെയിൻ വൈകുന്നത്. ഇന്ന് വൈകിട്ട് 3:45 കൊച്ചുവേളിയിൽ നിന്നും ആ സർവീസ് ആരംഭിക്കേണ്ടത്. മറ്റൊരു ട്രെയിൻ 225-03 കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഇന്ന് രാത്രി 9:30 സർവീസ് ആരംഭിക്കുക. ആ ട്രെയിൻ 4 മണിക്കൂറും 5 മിനിറ്റും വൈകുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. കൊങ്കൺ പാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന 5 ട്രെയിനുകൾ പുറപ്പെടാൻ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചത്. നേത്രാവതി, രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകും. ഇനി ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്കാണ്. സംസ്ഥാനത്ത് 2 പേർ കൂടി പനി ബാധിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാളും മരിച്ചു. പ്രതിദിന പനി ബാധിതർ 13,000-ന് മുകളിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 7 ആയി. ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ള 3 പേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുമാണ് ഇന്ന് കോളറ പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 21 പേരിൽ ഇനിയും പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അതേസമയം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. നോർത്ത് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. അതിനിടെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിൽ LDF പ്രതിഷേധം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, വികസന തിരയിൽ വിഴിഞ്ഞം. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് അടുത്തു. ലോകത്തിലെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ടോടുകൂടിയാണ് തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. ബർത്തിംഗ് പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി രാവിലെ 7 മണിയോടെ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിംഗ്
യാഥാർത്ഥ്യമാക്കി. പതിനൊന്നരയ്ക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 12:15 ആദ്യ കണ്ടെയ്നറിനെ ക്രെയിൻ ഉയർത്തി യാർഡിലെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ആദ്യ മദർ പോർട്ടായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. വരും ദിവസങ്ങളിലും കൂറ്റൻ മദർഷിപ്പുകൾ തുറമുഖത്തേക്ക് അടുക്കും. കേരളത്തിനാകട്ടെ വികസനത്തിന്റെ പുതിയ വാതിൽ തുറന്നിടുന്നു വിഴിഞ്ഞം തുറമുഖം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. സ്വപ്നം തീരമണയുന്നുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് സ്വപ്നം തീരമണയുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കപ്പൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. സ്വീകരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. ക്രെഡിറ്റ് UDFന് പോകുമെന്ന ഭയം കൊണ്ടാണ് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നത് എന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടത് സാമാന്യ മര്യാദയായിരുന്നെന്ന് രമേശ് ചെന്നിത്തല. ചടങ്ങ് UDF ബഹിഷ്കരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ പങ്കെടുക്കില്ല. എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ടെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മദർഷിപ്പ് അടുത്തതോടെ രാജ്യത്തിന് സ്വപ്ന സാഫല്യം. ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടും എന്ന വിശേഷണം രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതും. എന്തൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ഒരു പതിറ്റാണ്ടോളമുള്ള കാത്തിരിപ്പിന് വിരാമം. രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക രംഗത്തെ പുതുയുഗത്തിന് തുടക്കമിടുകയാണ് സാൻ ഫെർണാണ്ടോ. അത്യപൂർവമായ ചില പ്രത്യേകതകളാണ് വിഴിഞ്ഞത്ത് തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമായത്. കടലിൻ്റെ സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര കപ്പൽച്ചാലിലേക്കുള്ള ദൂരവും അനുയോജ്യമായ കാലാവസ്ഥയുമൊക്കെയാണ് പ്രധാനം. ആ സവിശേഷതകൾ മുന്നിൽ കണ്ടാണ് അദാനി 2015 തുറമുഖം പണിയാൻ സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ സ്വാഭാവിക ആഴം. രാജ്യത്തെ ഒരു തുറമുഖത്തിലും 20 മീറ്റർ സ്വാഭാവിക ആഴം കാണാനാകില്ല. ആ 20 മീറ്റർ സംസ്ഥാനത്തിനും രാജ്യത്തിനും നേടിക്കൊടുക്കാനിരിക്കുന്നത് കോടികൾ. വൻ വികസനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് തല ഉയർത്തി നിൽക്കുന്ന ഈ തുറമുഖം.
തുറമുഖം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ക്രെയിനുകൾ, മറൈൻ ഓപ്പറേഷൻ യൂണിറ്റ്, പുലിമുട്ട്, കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡ് തുടങ്ങിയ മുഴുവൻ സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചൈനയിൽ നിന്നെത്തിച്ച 31 ക്രെയിനുകളും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കും. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ യാർഡ്. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, അതായത് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള സൗകര്യം, 23 യാർഡ് ക്രെയിനുകൾ, അങ്ങനെ മൊത്തം 31 ക്രെയിനുകളാകും വിഴിഞ്ഞത്ത് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നിറക്കുക. രാജ്യത്തെ ഒരു തുറമുഖത്തും മദർഷിപ്പുകൾ അടുക്കാൻ സൗകര്യമില്ല. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് ചരക്ക് നീക്കം. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകൾ പോയാണ് ചരക്കിറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഇനിയെല്ലാം നേരിട്ട്. 800 മീറ്റർ വരുന്ന തുറമുഖ ബർത്തിന്റെ 400 മീറ്റർ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതായത് ഒരേ സമയം 2 കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് ഒരേ സമയം അടുപ്പിക്കാം. ഏതാണ്ട് 7000-ലധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് ഇറക്കാം. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. മദർഷിപ്പിൽ നിന്ന് ഫീഡർ കപ്പലുകളിലേക്കും ഫീഡർ കപ്പലുകളിൽ നിന്ന് മദർഷിപ്പിലേക്കും ചരക്ക് മാറ്റാം എന്നതാണ് പ്രത്യേകത. തുറമുഖത്തേക്ക് ചരക്കിറക്കുന്നതിന്റെ സമയനഷ്ടവും ചിലവും ഇത് കുറയ്ക്കും. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു വാർത്ത, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 138 അധിക താത്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 120ഉം കാസർഗോട്ട് 18 ബാച്ചുകളുമാണ് അനുവദിച്ചത്. എന്നാൽ മലബാറിലെ മറ്റു ജില്ലകളിൽ കൂടി ബാച്ചുകൾ അനുവദിക്കണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് വ്യക്തമാക്കിയത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളുമാണ് മലപ്പുറത്ത് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെയാണ് 18 ബാച്ചുകൾ അനുവദിച്ചത്. ബാച്ചുകൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷം. കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും പഠിക്കാൻ അവസരം ഒരു കുട്ടിക്ക് പോലും നിഷേധിക്കപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ താൽക്കാലിക ബാച്ചുകൾ അപര്യാപ്തമെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. 24, തിരുവനന്തപുരം. CNTG റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണം വനം വകുപ്പിനുണ്ടായ വീഴ്ചയെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. KSEBക്കും പൊതുമരാമത്ത് വകുപ്പിനും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് CAG റിപ്പോർട്ടിലെ വിമർശനം. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്നാണ്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്നും CAG വിമർശിച്ചു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. റേഡിയോ കോളർ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടതിലും CAG സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. KSEBക്കെതിരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. 26,401 കോടിയുടെ ഫണ്ട് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയില്ല. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ KSEB ശമ്പള പരിഷ്കരണം നടപ്പാക്കി. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിലും പാളിച്ചയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിന്റെ ആസൂത്രണമില്ലായ്മ കെട്ടിട നിർമ്മാണ ജോലികളിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖതയാണ്. ദുരന്ത മുന്നൊരുക്കത്തിലും വകുപ്പിന് അലംഭാവമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 24, തിരുവനന്തപുരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചു. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സമാപന ദിവസം മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിന് സഭ വേദിയായി. സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസം
ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ചു. കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കി. 2023 കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ബജറ്റിനെയും ഉപധനാഭ്യർത്ഥനകളെയും സംബന്ധിച്ച മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കി. സഭ സമ്മേളിച്ച 123 മണിക്കൂർ 16 മിനിറ്റിൽ ധനകാര്യ ബിസിനസ്സിനായി 45 മണിക്കൂർ 10 മിനിറ്റും നിയമനിർമ്മാണത്തിനായി 14 മണിക്കൂർ 19 മിനിറ്റുമാണ് വിനിയോഗിച്ചത്. വിവിധ വിഷയങ്ങളിൽ ശക്തമായ ഭരണ പ്രതിപക്ഷ പോരും സഭയിലുണ്ടായി. സമാപന ദിവസം മന്ത്രി MP രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെ ചൊല്ലിയായിരുന്നു വാക്പോര്. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് മന്ത്രി MP രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. എന്നാൽ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം തുടങ്ങിയവയുടെ ചാപ്പ തന്റെ മേൽ കുത്തണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതിനു ചേരുന്നയാൾ അപ്പുറത്തുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല. അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി R ബിന്ദു ആരോപിച്ചു. എന്നാൽ ആരോപണം പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു. 24 തിരുവനന്തപുരം. വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. ധന, റവന്യൂ, നിയമമന്ത്രിമാർ സ്ഥിരം അംഗങ്ങളാകും. ചീഫ് സെക്രട്ടറിയാണ് ഉപസമിതിയുടെ സെക്രട്ടറി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, വിവിധ വിഷയങ്ങളിൽ വകുപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ നേരത്തെ വാർത്തയായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ തീരുമാനം? അനുജ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പോലും പല പദ്ധതികളും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ധന, റവന്യൂ മന്ത്രിമാരായിരിക്കും ഈ ഉപസമിതിയിൽ സ്ഥിരം അംഗങ്ങളായി ഉണ്ടാകുന്നത്. ചീഫ് സെക്രട്ടറി ഉപസമിതിയുടെ സെക്രട്ടറി ആയിരിക്കും. ഉപസമിതി ശുപാർശകളിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കുമെന്നതാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം. മാത്രമല്ല, ചില വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത് മൂലം പദ്ധതികൾ നടത്തുന്നതിൽ അല്ലെങ്കിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലെ കാലതാമസം വലിയ ആക്ഷേപങ്ങൾക്ക് വകവച്ചിരുന്നു. ഇതുൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. മറ്റ് ചില സുപ്രധാനമായ നിർദ്ദേശങ്ങളും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വരുമാന വർധനവിന് സർക്കാർ പുതിയ മാർഗങ്ങൾ തേടുന്നു എന്നതാണ്. നികുതി ഇതര റവന്യൂ വർധനവിനാണ് സർക്കാർ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. ഈ ഫീസുകൾ പരിഷ്കരിക്കുന്നതിനടക്കം ഈ വിവിധ വകുപ്പ് മേധാവികളോട് സർക്കാർ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടും. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നികുതി ഇതര റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഫീസുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ ഇവരെ ഉൾപ്പെടെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നൊരു തീരുമാനവും മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അനുജ, വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുണ്ട വെടിയേറ്റ് മരിച്ചു. തിരുച്ചിറപ്പള്ളി MGR നഗർ സ്വദേശി ദുരൈസ്വാമിയാണ് മരിച്ചത്. പുതുക്കോട്ടയിലെ വമ്പൻ വനമേഖലയിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. നാല് കൊലപാതകം ഉൾപ്പെടെ 70ഓളം കേസുകളിലെ പ്രതിയാണ് ദുരൈസ്വാമി. തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന ദുരൈസ്വാമി വമ്പൻ വനമേഖലയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ദുരൈസ്വാമി പോലീസിനെ ആയുധമുപയോഗിച്ച് ആക്രമിച്ചു. ഇതോടെയാണ് പോലീസ് വെടിയുതിർത്തത്. ദുരൈസ്വാമിയുടെ ആക്രമണത്തിൽ പോലീസുകാരനായ മഹാലിംഗത്തിന്റെ വലതു കൈക്ക് പരിക്കേറ്റു. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരൈസ്വാമിയുടെ മൃതദേഹം പുതുക്കോട്ടെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 ചെന്നൈ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തൃശൂർ മേയർ MK വർഗീസിനെതിരെ ഗുരുതര ആരോപണവുമായി VS സുനിൽകുമാർ.
എം.കെ. വർഗീസ് BJP സ്ഥാനാർത്ഥിക്കായി വോട്ട് പിടിച്ചെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. CPIയുടെ പിന്തുണയില്ലാത്ത മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് പരിഗണിക്കുമെന്ന് തൃശൂർ DCC അധ്യക്ഷന്റെ താത്കാലിക ചുമതലയുള്ള VK ശ്രീകണ്ഠൻ പറഞ്ഞു. ലോക്സഭാ തോൽവിക്ക് പിന്നാലെയാണ് തൃശൂർ മേയറെ കടന്നാക്രമിച്ച് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി മേയർ പ്രവർത്തിച്ചില്ലെന്നും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും VS സുനിൽകുമാർ. പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയും, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എം.കെ. വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. മേയറുടെ കാര്യത്തിൽ CPI ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. CPI ജില്ലാ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. CPI തള്ളിയതോടെ മേയറുടെ ഭൂരിപക്ഷം നഷ്ടമായെന്നും എം.കെ. വർഗീസ് രാജിവെക്കണമെന്നും VK ശ്രീകണ്ഠൻ. ഈ ഭരണസ്തംഭനത്തിനെതിരായി ജനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിശ്വാസത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കും. മേയറെ മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ഭരണപ്രതിസന്ധിയാണ് തൃശൂർ കോർപ്പറേഷനിലുള്ളത്. 24 തൃശൂർ. PSC നിയമനക്കോഴ ആരോപണത്തിൽ നേതൃത്വത്തിന് വിശദീകരണം നൽകി CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നടപടി ഭയക്കുന്നില്ലെന്നും പ്രമോദ് പ്രതികരിച്ചു. ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ലെന്നും പാർട്ടി നേതൃത്വത്തിന് പ്രമോദിന്റെ കുറ്റപ്പെടുത്തലുണ്ട്. PSC അംഗ നിയമനത്തിന് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ചൊവ്വാഴ്ചയാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടിയത്. PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയതെങ്കിലും നോട്ടീസിൽ പരാമർശിക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചാണ്. 2 ദിവസത്തിനു ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് മറുപടി നൽകി. ആരോപണങ്ങൾ തള്ളിയ പ്രമോദ് വസ്തുത പുറത്തുവരണമെന്ന് ആവശ്യപ്പെട്ടു. വീട് ജപ്തി ഭീഷണിയിലാണെന്നും പ്രമോദ്. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ? ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ? ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. ആരോപണം മാധ്യമ സൃഷ്ടി മാത്രം എന്നായിരുന്നു CPIM നേതാക്കളുടെ പ്രതികരണം. എന്നാൽ മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ പ്രമോദിനെതിരെ ഒരു വിഭാഗം അന്വേഷണം ആവശ്യപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത്. വിശദീകരണക്കുറിപ്പ് പരിശോധിച്ച ശേഷം ശനിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി സ്വീകരിക്കും. 24 കോഴിക്കോട്. CPIMന് പിന്നാലെ CPIയിലും കോഴ വിവാദം. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനായി പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലം സെക്രട്ടറിമാർ പണം വാങ്ങിയെന്നാണ് പരാതി. പണം നൽകാൻ തയ്യാറാകാതിരുന്ന CPI സർവീസ് സംഘടനാ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റിയതായും പരാതിയുണ്ട്. കോഴ ആരോപണം അന്വേഷിക്കണമെന്ന് കാട്ടി കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 24ന് ലഭിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം നൽകാമെന്ന് പറഞ്ഞാണ് CPI നേതാക്കൾ പണം വാങ്ങിയതായി പരാതി ഉയർന്നത്. കോന്നി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ സ്ഥലമാറ്റത്തിന് വാങ്ങിയതായും CPI കോന്നി ലോക്കൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. സ്ഥലമാറ്റത്തിന് പണം നൽകാതിരുന്ന CPI ജോയിന്റ് കൗൺസിൽ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് ഇതേ ഉദ്യോഗസ്ഥനെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലേക്ക് സ്ഥലം മാറ്റിയതായും കത്തിൽ പറയുന്നു. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാരാണ് മന്ത്രിമാർക്കുൾപ്പെടെ നൽകാനെന്ന പേരിൽ പണം വാങ്ങുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കത്ത് നൽകിയത്. എറണാകുളത്തു നിന്നും സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അഴിമതി ആരോപണത്തിന്റെ തെളിവുകൾ കൈവശമുണ്ട് എന്നും ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്നതാണ് പുതിയ പരാതി. വിഷയത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണ വിധേയനായ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ പണം വാങ്ങിയെന്ന പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതി ആരോപണത്തിന് നിഴലിലാക്കിയ സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, 24 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് കച്ചേരിപ്പറമ്പിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആനയുടെ കുത്തേറ്റു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർക്കാണ് പരുക്കേറ്റത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? നൽകാനുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്ന് വൈകിട്ടാണ് സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്.
കോട്ടൂപ്പാടം 30 ഏക്കറിൽ അവിടെ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. തിരുവിതാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഓഫീസർ എം ജഗദീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുളകുവെള്ളം ഭാഗത്ത് തമ്പടിച്ച 2 കാട്ടാനകളെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് എലിഫന്റ് ഡ്രൈവ് വാച്ചർമാർ ഉൾപ്പെടുന്ന 25ഓളം പേരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സൈലന്റ് വാലി ബഫർ സോണിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി ഇദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മണ്ണാർക്കാട് കച്ചേരിപ്പറമ്പിൽ ആനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർക്ക് പരുക്ക്. പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ൽ ചേർന്ന യുവാവിനെ കഞ്ചാവ് കേസിൽ പിടികൂടിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് എക്സൈസ്. മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണന്റെ പക്കൽ നിന്ന് കഞ്ചാവും അത് വലിക്കാനുള്ള ഉപകരണവും പിടികൂടിയെന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി. അതിനിടെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണവുമായി പത്തനംതിട്ട പോലീസ് മേധാവിക്ക് യദുകൃഷ്ണൻ പരാതി നൽകി. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം CPM-ലെത്തിയ പത്തനംതിട്ട മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനെ കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ കള്ളക്കേസാണെന്ന ആരോപണവുമായി CPM നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എക്സൈസ് വിഭാഗം വിശദമായ റിപ്പോർട്ട് നൽകിയത്. യദുകൃഷ്ണനിൽ നിന്നും കഞ്ചാവും അത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുമ്പഴയിൽ പരിശോധന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശം. യദുകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കാൻ താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ M അസീസ് നമുക്കൊരു വരില്ല. നമ്മൾ അവിടെ പോയി കാണുന്ന സാറ് കൂടെ പോയി കണ്ടു, അങ്ങനെ എടുത്താണ് കേസുകൾ. നമുക്ക് ആരോടും ഒരടുപ്പവുമില്ല, പരിചയവുമില്ല, അറിയത്തുമില്ല. കണ്ട കാര്യം കണ്ട പോലെ മാസ്റ്ററിലുണ്ടത്. അതേസമയം തനിക്കെതിരെ ഒരു തെളിവും എക്സൈസിന്റെ പക്കലില്ലെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കാണിച്ച് യദുകൃഷ്ണൻ പത്തനംതിട്ട SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാഫ് കൈവേലം ഉണ്ടായിരുന്നു കയ്യിൽ, അതൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് പാർട്ടി ആരാന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. സാറ് വരട്ടെ, ഒന്നുമില്ല, പറ്റിയുള്ളൂ, പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഇങ്ങനെ ഒരു വാർത്തയും മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ഒരു ഭാവി, എനിക്കൊരു 22 വയസ്സായിട്ടുള്ളൂ, എനിക്ക് നാളെ ജീവിക്കേണ്ടതാണ്. 24 പത്തനംതിട്ട. മലപ്പുറം തിരൂരിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ 8 ജീവനക്കാരെ സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. താന്നൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഗോഡൌണിൽ പരിശോധന നടത്തി. ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സപ്ലൈകോ ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. സമീർ ബിൻ കരീം, 24 തിരൂർ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നാളെ നിർണായകം. ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നാളെ എപ്പോഴാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് നാളെ സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹർജിയിൽ വരാനിരിക്കുന്ന വിധി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ഒപ്പം തന്നെ റിമാൻഡ് ചെയ്ത നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, ഇത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി കഴിഞ്ഞ മെയ്യിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന് അനുകൂലമായ തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിബാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഹർജിയിൽ നാളെ വിധി പറയുക.
ഈ മെയിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിനെതിരായ മൊഴികൾ അടക്കമുള്ള രേഖകൾ സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കെജ്രിവാളിനെതിരായ മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തിന് എതിരായ ഈ പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളും ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകളുടെ രേഖകളും അടക്കം കെജ്രിവാളിനെതിരെ തെളിവായി ഉണ്ട് എന്ന് ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആ രേഖകൾ എന്തുകൊണ്ട് കെജ്രിവാളിന് നൽകിയില്ല എന്ന ചോദ്യത്തിന് എല്ലാ രേഖകളും ഇത്തരത്തിൽ പ്രതികൾക്ക് നൽകാനാകില്ല എന്നായിരുന്നു ഇഡി മറുപടി നൽകിയത്. എന്നാൽ അതിനെതിരായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉൾപ്പെടെ ഇഡിക്കെതിരെ ഉണ്ടായിരുന്നു. നാളെ അഴിമതി കേസിലാണ് ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി പറയുന്നത്. കൊച്ചിയിൽ മത്സരോട്ടത്തിനിടെ സ്വകാര്യ ബസ് കാനയിൽ വീണു. തൃപ്പൂണിത്തുറ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ പോലീസ് നടപടികൾക്ക് വേഗം കുറഞ്ഞതാണ് വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം വ്യാപകമാകാൻ കാരണം. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലാണ് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ മാളൂസ് എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിൽ പതിച്ചത്. യാത്രക്കാരും പരാതി നൽകാത്തതിനാൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാനയിലകപ്പെട്ട ബസ് പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് അപകട സ്ഥലത്ത് നിന്ന് മാറ്റിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ നിർജ്ജീവമായതോടെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും സ്വകാര്യ ബസ്സുകൾ മത്സരോട്ടം നടത്തുന്നത്. 24 കൊച്ചി. ഇത്തവണത്തെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മിന്നും വിജയം. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദനാണ് 1ാം റാങ്ക്. ആദ്യ 8 റാങ്കുകളിൽ 7 ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം പുറത്തുവന്നപ്പോൾ 14 ജില്ലകളിൽ 13 ഒന്നാമതെത്തിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ വിദ്യാർത്ഥിയായ ആലപ്പുഴ സ്വദേശി P ദേവാനന്ദന് 1ാം റാങ്ക്. മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാൻ എലിക്കോട്ടിലാണ് 2ാം റാങ്ക് കരസ്ഥമാക്കിയത്. പത്തനംതിട്ട സ്വദേശി അലൻ ജോണി അനിലിന് 3ാം റാങ്കും കോട്ടയം വൈക്കം സ്വദേശി ജോർഡൻ ജോയിക്ക് 4ാം റാങ്കും. തിരുവനന്തപുരം സ്വദേശി അതുൽ PT 6ാമതും കണ്ണൂർ സ്വദേശി സൗരവ് ശ്രീനാഥ് 7ാമതുമെത്തി. തിരുവനന്തപുരം സ്വദേശിയായ പ്രത്യുഷ് P ആണ് 8ാം റാങ്ക് സ്വന്തമാക്കിയത്. SC വിഭാഗത്തിൽ ബ്രില്യന്റിലെ ധ്രുവ് സുമേഷും ST വിഭാഗത്തിൽ അഭിജിത് ലാലും 1ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യ 50 റാങ്കിൽ ബ്രില്യന്റിലെ 38 വിദ്യാർത്ഥികളും ആദ്യ 100 റാങ്കിൽ 77 പേരും ആദ്യ 500 റാങ്കിനുള്ളിൽ 330-ലധികം വിദ്യാർത്ഥികളും ഇടം നേടി. ഇതോടെ ഈ വർഷത്തെ നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ, കീം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന പരീക്ഷകളിലും ദേശീയതലത്തിലും സംസ്ഥാനത്തും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ വിജയത്തിന്റെ മറുപേരായി മാറിയിരിക്കുന്നു. 24 കോട്ടയം. ഇന്നത്തെ വാർത്താമഴ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.